ഹായ് ഫ്രണ്ട്സ്, അപ്പം ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യഘട്ടം നടക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു പരീക്ഷയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളും അതേപോലെ തന്നെ ഈ എക്സാം ഹാളിൽ, ഈ ഒരു പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ആ ഒരു സമയം, പരീക്ഷ എഴുതുന്ന ആ ഒരു സമയം വളരെ നിർണായകമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ല മൂഡിലാണെങ്കിൽ, ഏറ്റവും നല്ല പ്ലസൻറ്റ് ഫീലിങ്ങിലാണെങ്കിൽ, ഏറ്റവും നല്ല ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത 10-15 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരും. നേരെ തിരിച്ച് നിങ്ങൾ സമ്മർദ്ദത്തിന് അടിമപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച പല ഏരിയകളും, നിങ്ങൾ പഠിച്ച് എന്ന് ഉറപ്പിച്ച ഏരിയകളിൽ നിന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്കുകൾ നഷ്ടപ്പെട്ടേക്കുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രധാന പോയിന്റുകളിലേക്ക് പോവാം. സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട, എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ്. നിങ്ങൾക്കറിയാം, റിയോ സമ്മിറ്റ് അല്ലേ? റിയോ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യലി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അതായത് യുണൈറ്റഡ് നാഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, UNCED എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് നടന്നത്. 1992 ജൂൺ മാസത്തിലാണ്. ഓക്കെ, അപ്പം ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റിയോ സമ്മിറ്റ് എന്നറിയപ്പെടുന്നുണ്ട്, എർത്ത് സമ്മിറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൽ പങ്കെടുത്തത് 170 രാജ്യങ്ങളാണ്. SCERT പ്രകാരം 170 രാജ്യങ്ങളാണ്. നിങ്ങൾ പുറത്ത് ഗൂഗിൾ ചെയ്ത് നോക്കിയാലൊക്കെ 170, 178 കാണാം. അതുകൊണ്ട് നമ്മൾ SCERTയിലുള്ള ആ ഫാക്ട്സ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 170 രാജ്യങ്ങളാണ് ഇവിടെ പങ്കെടുത്തത്. അതേപോലെ ആയിരക്കണക്കിന് NGOകൾ, അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ കുറേയധികം അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു രാജ്യങ്ങളുടെ എണ്ണം SCERTയിലുള്ള ഫാക്ട്സ് പ്രകാരം 170 എന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കുക. ഇവിടെ എന്താണ് ഗ്ലോബൽ നോർത്ത് എന്നറിയപ്പെടുന്ന ഈ നമ്മുടെ എന്താണ് നാട്ടിലെ ഏറ്റവും പ്രധാനികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ലോകരാജ്യങ്ങളിൽ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലേ, വികസിത രാജ്യങ്ങൾ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്? അവർക്ക് പ്രധാനമായിട്ടും ഈ ഓസോൺ ഡെപ്ലീഷനായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ ആഗോളതാപനമായിട്ട്, ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ആണ് അവർക്കുണ്ടായിരുന്നത്. അതേസമയം ഈ വികസ്വര രാജ്യങ്ങളും അതേപോലെ തന്നെ പട്ടിണി രാഷ്ട്രങ്ങളുണ്ടല്ലോ, ദരിദ്ര രാജ്യങ്ങൾ, അപ്പോൾ അവരുടെയൊക്കെ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റും എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ വികസന രാഷ്ട്രങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയൊക്കെ നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്നാണ് വിളിക്കുക അല്ലേ? ഗ്ലോബൽ സൗത്തും ഗ്ലോബൽ നോർത്തും. ഓക്കെ, അപ്പം ആ ഒരു വ്യത്യാസമാണ്. ദെൻ ഈ ഒരു റിയോ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് റിയോ ഡിക്ലറേഷൻസും അതേപോലെ തന്നെ അജണ്ട 21, അതേപോലെ റിയോ ഡിക്ലറേഷൻസ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ ഒരു ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. അവ 1992 റിയോ ഡി ജനീറോ, ബ്രസീൽ. ഓക്കെ, അതേപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട്, ആഗോള പരിസ്ഥിതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട്, ഗ്ലോബൽ കോമൺസുമായിട്ട് ബന്ധപ്പെട്ട്, എന്ന് വെച്ചാൽ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അന്തരീക്ഷം അല്ലെ, പ്രകൃതി, ഇങ്ങനെയുള്ള സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന ഉടമ്പടികളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. അന്റാർട്ടിക് ട്രീറ്റി എത്രയാണ്? 1959 ആണ്. അന്റാർട്ടിക് ട്രീറ്റി 1959 ആണ്. ദെൻ 1987 ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. കാനഡയിലാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 ആണ്. ദെൻ അന്റാർട്ടിക് എൻവയോൺമെന്റൽ പ്രോട്ടോകോൾ 1991 ആണ്. അന്റാർട്ടിക് ട്രീറ്റി 1959 ആണ്. ദെൻ 1991 ആണ് അന്റാർട്ടിക് എൻവയോൺമെന്റൽ പ്രോട്ടോകോൾ. ദെൻ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC അല്ലേ? UNFCCC അത് 1992 ഓർമ്മിച്ച് വെക്കുക. ദെൻ ക്യോട്ടോ പ്രോട്ടോകോൾ, ക്യോട്ടോ ഉടമ്പടി, ക്യോട്ടോ ജപ്പാനിലാണ്. ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, ക്യോട്ടോ മോൺട്രിയോൾ. ദെൻ 1997 ആണെന്ത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ, അതായത് ആഗോള പരിസ്ഥിതി സംരക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ എന്തൊക്കെ ഉടമ്പടികളിൽ ഒപ്പുവെച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദെൻ ക്യോട്ടോ പ്രോട്ടോകോൾ, അതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 87 അല്ലേ, മോൺട്രിയൽ പ്രോട്ടോകോൾ. 5 വർഷം കഴിഞ്ഞു ഇന്ത്യ അതെന്ത് ചെയ്തു? റാറ്റിഫൈ ചെയ്തു. 1992 ഓക്കെ, ഇന്ത്യക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത് ചിന്തിച്ചാൽ ഇത് എളുപ്പമായി. നോക്കി ഇവിടെ എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 അല്ലേ? അത് ഇന്ത്യ ഒപ്പുവെക്കുന്നത് എപ്പോഴാണ്? 2002 5 വർഷത്തിന് ശേഷമാണ്. അതേപോലെ 87 മോൺട്രിയൽ പ്രോട്ടോകോൾ ഇന്ത്യ ഒപ്പുവെക്കുന്നത് 92 5 വർഷത്തെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ,
ദെൻ എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യ നടപ്പിലാക്കിയ മറ്റൊരു നയമാണ് 2001 എനർജി കൺസർവേഷൻ ആക്ട്. ഏതാണ് വർഷം? ഓർമ്മിച്ച് വെക്കണേ, 2001 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദെൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 അതായത് പുനഃസ്ഥാപിക്കാവുന്ന സോഴ്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആക്ട് 2003 ആണ്. ദെൻ എനർജി കൺസർവേഷൻ ആക്ട് 2001 എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി കൺസർവേഷൻ ആക്ട് നടപ്പിലാക്കി 2001. ദെൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003. ദെൻ നാഷണൽ മിഷൻ ഓൺ ബയോഡീസൽ 2003 ആരംഭിച്ചു. ഓക്കെ, നാഷണൽ മിഷൻ ഓൺ ബയോഡീസൽ. ഇതൊക്കെ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാന കാര്യങ്ങളാണ്. പിന്നെ ഒട്ടുമിക്ക പരീക്ഷകളിലും പ്രിലിംസിൽ ഒട്ടുമിക്ക പരീക്ഷകളിലും ഗ്ലോബൽ വാർമിംഗ് ഒരു ചോദ്യം ഉറപ്പായിട്ട് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കും അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. എല്ലാവർക്കും അറിയാം, ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് GHG എന്ന് പറയും നമ്മൾ, ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ആധിക്യം അളവ് കൂടുന്നത് കൊണ്ട് അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിക്കുന്നതാണ്, അല്ലെ? ചൂട് ക്രമാതീതമായിട്ട് കൂടുന്നതാണ്. ആ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. നമുക്കറിയാം, നമ്മുടെ എന്താണ് കാറിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഗ്ലാസ്, വളവ് പലയിടത്തിലും കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ചൂടുള്ള സ്ഥലത്തൊക്കെ വീടിന് ചില ഭാഗങ്ങളൊക്കെ ഗ്ലാസ് ഇടാറുണ്ട് ആളുകൾ. അത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അത് ശരിക്കും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് പോലെ, എന്താണ് ഗ്രീൻ ഹൗസ് ആ ഒരു എഫക്റ്റ് ആണ് ഉണ്ടാവുക. ശരിക്കും എന്താണ്, ഇതിനുള്ളിലേക്ക് പകൽ വെളിച്ചത്തിൽ പകൽ സമയത്ത് ചൂട് കയറി കഴിഞ്ഞാൽ അവിടെ കെട്ടി നിൽക്കും. അപ്പോൾ രാത്രി കാലങ്ങളിലും കുറച്ച് ചൂട് കൂടുതലായിരിക്കും ഈ ഫുൾ ഗ്ലാസ് ഒക്കെ ഇട്ട വീടുകളിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം ചൂട് കൂടിയ ഏരിയയിൽ നല്ല കാര്യമല്ല. അപ്പോൾ അതേ എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഭൂമിയിലേക്ക് സൂര്യപ്രകാശം വരുന്നു, അത് ഭൂമിയുടെ സർഫേസിൽ തട്ടി തിരിച്ചു പോകുന്നു. ഈ തട്ടി തിരിച്ചു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഈ വാതകങ്ങൾ ഈ ചൂടിനെ, അതിലുള്ള ഈ തരംഗദൈർഘ്യം കൂടിയ തരം ലോങ് വേവുകളെ, തരംഗദൈർഘ്യം കൂടിയ തരം രശ്മികളെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. പ്രത്യേകിച്ചും ഇൻഫ്രാറെഡ് പോലെയുള്ള രശ്മികളെ, തരംഗദൈർഘ്യം കൂടിയവയാണ്, തരംഗദൈർഘ്യം വേവ് ലെങ്ത് കൂടിയവയെ, ലോങ് വേവ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ലോങ് വേവുകളെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ അവിടെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് അന്തരീക്ഷത്തിന് ചൂട് വർദ്ധിക്കുകയാണ്. അപ്പോൾ അത്തരം വാതകങ്ങളെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. അതിനെ നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. ആ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ചൂട് കൂടുക, അങ്ങനെ മൊത്തത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗ്ലോബൽ വാർമിങ്ങിന് ഇടയാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനിയാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ CFCകൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതാണ് CFC മാത്രമല്ല, ക്ലോറോ ഫ്ലൂറോ കാർബൺ, HFC, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. എന്താണ്? ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. പിന്നെ പെർ ഫ്ലൂറോ കാർബൺ, ഫ്ലൂറോ കാർബണുകൾ, ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ, അതേപോലെ തന്നെ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. പിന്നെ അതേപോലെ എന്താണ്? സൾഫർ എക്സാഫ്ലൂറൈഡ്, ഇങ്ങനെയുള്ള ഫ്ലൂറൈഡുകൾ അടങ്ങിയിട്ടുള്ള, ഫ്ലൂറിൻ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ കൂടെ വരുന്നുണ്ട്. അതിൽ പ്രധാനി CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ദെൻ മീഥെയിൻ, മറ്റൊരു പ്രധാനിയാണ് മീഥെയിൻ. CH4 ആണ്, ഓർത്ത് വെക്കണം. ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെയാണ് ഉണ്ടാവുക, CH4 മീഥെയിൻ. പിന്നെ നൈട്രസ് ഓക്സൈഡ്, N2O ആണ് നൈട്രസ് ഓക്സൈഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, NO നൈട്രിക് ഓക്സൈഡ്, NO2 നൈട്രജൻ ഡയോക്സൈഡ്. ഇത് രണ്ടും ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. എന്നാൽ നൈട്രിക് ഓക്സൈഡ് നേരിട്ട് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷെ നൈട്രിക് ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് കൂട്ടാൻ ഇടയാക്കുന്നുണ്ട്. അപ്പം നേരിട്ടുള്ള ആളല്ല, പക്ഷെ ഇടയാക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ള കൂട്ടത്തിൽ ഓർമ്മിക്കേണ്ട. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ, PFC, HFC, CFC, പിന്നെ SF6 സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, 6 ഫ്ലൂറിൻ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. ഏതാണ്? O3 ഓസോൺ. ഏറ്റവും പ്രധാനികൾ കാർബൺ ഡൈ ഓക്സൈഡ്, CFC, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, N2O മാറിപ്പോറേ, നൈട്രസ് ഓക്സൈഡ്. ദെൻ ഓസോൺ പാളി. നമുക്ക് എന്താണ്? നമുക്ക് ആവശ്യമാണ്, അൾട്രാവയലറ്റ് രശ്മികളെ തടയാൻ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഓസോൺ പാളി എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓസോൺ, O3. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വാട്ടർ വേപ്പർ പറയാറുണ്ട്. വാട്ടർ വേപ്പർ ഗ്യാസ് അല്ല, എന്താണ്? ജലാംശമാണ്. ആ ജലാംശം നീരാവിയുടെ രൂപത്തിൽ, അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്, ഗ്യാസ്. അപ്പം നേരിട്ട് ഗ്യാസ് എന്നുള്ള കൂടുതൽ പറയാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിനൊന്നും SCRT-യിലൊന്നും അങ്ങനെ എടുത്തു പറയില്ല. ഓക്കെ, വാട്ടർ വേപ്പേഴ്സും എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പേഴ്സ് എന്ത് ചെയ്യും? ചൂട് കൂട്ടുന്നയാളാണ്.
ഓക്കെ, യെസ്. അപ്പോൾ അതിനെയെല്ലാം നിങ്ങൾ ഓപ്ഷനിലുള്ളതിനനുസരിച്ച് നോക്കുക. ഇതൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. SCRT-യിലും NCERT-യിലൊക്കെ കൊടുത്തിരിക്കുന്ന ഇവരായതുകൊണ്ട് ഇവരെ വെച്ചിട്ടാണ് ഓപ്ഷൻ ഉണ്ടാവുക സ്ഥിരം പരീക്ഷയെ ചോദിക്കുമ്പോൾ. അവിടെ ശ്രദ്ധിക്കുക, ഇയാളാണ് അധികവും ഓപ്ഷനിൽ തെറ്റുത്തരായിട്ട് കൊടുക്കുക. നൈട്രിക് ഓക്സൈഡ് തെറ്റാണ്, നൈട്രസ് ഓക്സൈഡ് ആണുള്ളത്. ദെൻ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ആണുള്ളത്, കാർബൺ മോണോക്സൈഡ് ഇല്ല. പക്ഷെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ്, അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസിൽ പലതുമായിട്ടും ഇടപെടുകയും റിയാക്ട് ചെയ്യുകയും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് കൂട്ടുന്ന രീതിയിലേക്ക് മറ്റ് എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളായിട്ട് മാറുകയും അതിന് സഹായിക്കുക, അതിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം ആ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടാണ്, ഓർമ്മിച്ച് വെക്കുക. ദെൻ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്ന ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം നമ്മൾ വാട്ടർ വേപ്പറിനെ ഇവിടെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് വാട്ടർ വേപ്പർ പരിഗണിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് അന്തരീക്ഷത്തിൽ എന്താണ്? വാട്ടർ വേപ്പറാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായിട്ട് വർത്തിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് ക്വാണ്ടിറ്റി അളവ് കൂടുതലുള്ളതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും അതിനേക്കാൾ അപകടകാരികളാണ് ഈ CFCകളൊക്കെ. കൂടുതൽ മാരകമായിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ CFCകൾ, ക്ലോറിൻ, ഫ്ലോറിൻ, കാർബൺ ഒക്കെ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളൊക്കെ. ഓക്കെ, യെസ്. ഇനി എന്താണ് പ്രധാനമായിട്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും പ്രധാനി എന്ന് പറഞ്ഞല്ലോ. ആ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻ ആയിട്ടും നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഫോസിൽ ഫ്യൂവലുകളുടെ, അതായത് കൽക്കരി, പെട്രോളിയം, അല്ലെ, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, കോള്, പെട്രോളിയം, ഇവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ കമ്പസ്റ്റൻ മുഖേന, കത്തുന്നത് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഈ പറയുന്ന ആഗോളതാപനത്തിന് കാരണമാവുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ദെൻ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ, അല്ലെ. മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രധാനമായിട്ടും എന്താണ്? ഓസോൺ ഡെപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ നാശനം തടയുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. ദെൻ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രധാനമായിട്ടും എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ വ്യാപനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1997-ലാണ്. ദെൻ 2005-ലാണ് അല്ലെ അത് നിലവിൽ വരുന്നത്. 97-ലാണ് തുടക്കം. ദെൻ 2005 നിലവിൽ വരുന്നു. റാറ്റിഫൈഡ് ബൈ 141 നാഷൻസ് ആണ്. 141 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചുകൊണ്ട് 2005 റാറ്റിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. ദെൻ ഇന്ത്യയുടെ കാര്യം 5 വർഷം കഴിഞ്ഞ ശേഷം, അല്ലെ, 2002-ലാണ് ഓക്കെ ഇന്ത്യ. ഓക്കെ, ദെൻ മറ്റത് മോൺട്രിയൽ പ്രോട്ടോകോൾ 87, ദെൻ 92 ഇന്ത്യ ഒപ്പുവെച്ചു. ആ രീതിയിൽ ആ കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക. ദെൻ നമ്മൾ ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും ചൂട് കൂടിയ വർഷം ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ, ഇതിപ്പോൾ 2025 അല്ലേ, ഇനിയിപ്പോൾ 2025 കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ 2025 ആയേക്കാം. അത് കൂട്ടേണ്ട ആവശ്യമില്ല. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ചൂട് കൂടിയ വർഷം എന്നറിയപ്പെടുന്നത് 2024-ആണ്. നാസയുടെ കണക്കുകൾ പ്രകാരം 2024-ആണ് ഏറ്റവും ചൂട് കൂടിയ വർഷം. ദെൻ 20th സെഞ്ചുറിയിൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ 1998-ആണ്. ഈ വർഷങ്ങൾ പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റുകളായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഓക്കെ, 1998-ലാണ് ഏറ്റവും 20th സെഞ്ചുറിയിലെ ഏറ്റവും ചൂട് കൂടിയ വർഷം. ദെൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ 2024-ആണ്. അതേപോലെ തന്നെ 20th സെഞ്ചുറി നോക്കുകയാണെങ്കിൽ വാമസ്റ്റ് ഡിക്കേഡ്, അല്ലെ, 10 വർഷങ്ങൾ, ദശാബ്ദം ഏതാണ്? 90s ആണ്. 1990-കളാണ്. അതായത് 90 to 2000 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. ഓക്കെ, യെസ്, ആ 10 വർഷമാണ് ഏറ്റവും ചൂട് കൂടിയ 10 വർഷം എന്ന് പറയുന്നത്. അതേപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ, ഓവറോൾ നോക്കുകയാണെങ്കിൽ, അതായത് 2000-ന് ശേഷം ഇങ്ങോട്ടുള്ളൂടെ പരിഗണിക്കുകയാണെങ്കിൽ 2010s ആണ്. അതായത് 2011 മുതൽ 2020 വരെയുള്ള ആ കാലഘട്ടമാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി ഈ ഒരു ഡിക്കേഡ് കഴിഞ്ഞിട്ടില്ലല്ലോ, 25 ഉള്ളൂ. മിക്കവാറും ഈ ഡിക്കേഡ് കഴിയുമ്പോൾ മിക്കവാറും ഏറ്റവും ചൂട് കൂടിയതായിട്ട് ഇതായിട്ട് മാറും. അപ്പോൾ അത്രയും നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്ന രീതിയിൽ ആഗോളതാപനം എന്നുള്ളത് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടുപോവാണ്. അതിൻ്റെ പ്രധാന അനന്തരഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ചേഞ്ചസ് ഇൻ ദ ഐസ് പാറ്റേൺസ്, അല്ലേ. നമ്മുടെ ഈ ഒരു ലോകത്ത് പലയിടങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഗ്ലേസിയേഴ്സ്, അല്ലേ, ഐസ് മൂടിയ മഞ്ഞുമലകൾ, ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്? അവിടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതൊക്കെ ഉരുകി ഒലിക്കാൻ തുടങ്ങുകയാണ്, അല്ലേ. ദെൻ റൈസ് ഓഫ് സീ ലെവൽ. ഒന്ന്, ഇതൊക്കെ ഉരുകി ഒലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സീ ലെവൽ ഉയരും. അതല്ലാതെ ചൂട് കൂടിയിട്ടും, അല്ലേ, തെർമൽ എക്സ്പാൻഷൻ കൊണ്ടും എന്ത് ചെയ്യാണ്? ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ജലത്തിന് എന്തുണ്ടാവും? വികാസം ഉണ്ടാവുകൊണ്ട് തെർമൽ എക്സ്പാൻഷൻ കൊണ്ടും എന്തുണ്ടാവുകയാണ്? സീ ലെവലൊക്കെ ഉയരുകയാണ്. ദെൻ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചസ് ആണ്. ആഗോള മൊത്തത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ദെൻ ചേഞ്ചസ് ഇൻ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ ആഗോളതാപനത്തിന്റെ അനന്തര ഫലങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ആഗോളതാപനത്തിന് പ്രധാന കാരണക്കാരിയാണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ടേംസുകളുണ്ട്. അതൊക്കെ ഇപ്പം പരീക്ഷകളിൽ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്
0.0333 കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിന്റുകളായിട്ട് പോകും. നമുക്കത് 0.4 എന്നങ്ങ് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്യാം. 0.4 ആയിട്ട് റൗണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് അധികം പരീക്ഷകളിൽ ഉണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ അളവ് അത് കൂടുക എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം തന്നെ അങ്ങ് 0.05 ആകുക, 6 ആകുക, 7 ആകുക, അങ്ങനെയല്ല. നേരിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ നേരിയ രീതിയിലുള്ള വർധനവ് പോലും കാലാവസ്ഥയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ കുറെ ടേംസ് ആണ്. ഒന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേറെയും ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന പ്രധാന ആള് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ്. അപ്പോൾ വേറെ ഗ്യാസ്, മീഥേൻ ഗ്യാസ് അല്ലേ, അത് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് ഇത്രയാണെന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ എല്ലാം ഈ ഒരൊറ്റ ടേം ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ്. അതാണ് CO2e എന്ന് കാണിക്കുന്ന ഇക്വലന്റ് എന്നുള്ളതിന്റെ E ആണ്. ദെൻ കാർബൺ എമിഷൻസ് അല്ലേ. കാർബൺ എമിഷൻസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ അല്ലേ. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, നമ്മൾ ഈ കാർബൺ ഇക്വലന്റിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ലാതെ മീഥെയിൻ അല്ലേ, മറ്റ് നൈട്രസ് ഓക്സൈഡ് ഇങ്ങനെയുള്ള ഗ്യാസുകളൊക്കെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുറപ്പെടുവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് എന്തിൽ പറയുകയാണ് നമ്മൾ, അതിനുപയോഗിക്കുന്നതാണ് എന്ത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് എന്ന് പറയുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിലേക്ക് ഇല്ലേ പുറന്തള്ളുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ അല്ലെ പറയുന്നതാണ്, അതിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. കാർബൺ എമിഷൻസ്, ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഇൻ ടേംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ്. അതാണ് എന്ത്, കാർബൺ എമിഷൻസ് എന്ന് പറയുന്നത്. ദെൻ കാർബൺ ഫുട് പ്രിന്റ്, കാർബോണിക് അല്ലേ കാർബൺ, കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ ഇൻസെറ്റിംഗ്, കാർബൺ ഓഫ് സെറ്റിംഗ്, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. കാർബൺ ക്രെഡിറ്റ്, ഇതൊക്കെ ഇപ്പോൾ പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. ഇനിയുള്ള പരീക്ഷകൾ നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ വരികയും ചെയ്യും. ഓക്കെ, എന്താണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ, ദ ടോട്ടൽ സെറ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് caused directly and indirectly by an individual or event or organization or a product. അതാണ് എന്ത്, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലേ, അല്ലെങ്കിൽ ഒരു ഇവന്റ്, ആ ഒരു ഇവന്റിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇത് മൊത്തത്തിൽ പുറത്തേക്ക് വിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ്, അതാണെന്ത്, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റിന്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെ, അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അത് പുറത്തുവിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ്, അതാണ് എന്ത്, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. ദെൻ കാർബൺ ഇൻസെറ്റിങ്ങും കാർബൺ ഓഫ് സെറ്റിങ്ങും ഉണ്ട്. ഇൻസെറ്റിങ്ങും ഓഫ് സെറ്റിങ്ങും ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. അതായത് നമ്മൾ ഈ പുറത്തു വിടുന്ന അളവുണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിന് ദോഷകരമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെയുള്ള മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളൊക്കെ ഇവർ പുറത്തു വിടുകയാണ്. അപ്പോൾ ഈ പുറത്തു വിടുന്നത് എന്ത് ചെയ്യണം, കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് നമ്മൾ പുറത്തു വിടുന്നു, അത് പാടില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പാടില്ല. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് കാർബൺ ഇൻസെറ്റിംഗ് ആണ്, രണ്ടെന്താണ്, ഓഫ് സെറ്റിംഗ് ആണ്. ഇൻസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ ആ ഓർഗനൈസേഷൻ, ആ സംവിധാനം, അതിനുള്ളിൽ തന്നെ അതിനുള്ള ബദൽ മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് കാർബൺ ഇൻസെറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കമ്പനിന്നോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനോ പുറത്തേക്ക് വിടുന്ന കാർബണിന്റെ അളവിന് തുല്യമായിട്ട്, കാർബണിന്റെ അളവ് എന്ന് പറഞ്ഞാൽ കാർബൺ എന്ന് മാത്രമല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതായാലും അതിന്റെ അളവിന് തത്തുല്യമായ രീതിയിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുക അല്ലേ, വേറൊരു പ്രോസസ്സിലൂടെ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, അത് കോമ്പൻസേറ്റ് ചെയ്യുക. അതാണ് എന്ത്, കാർബൺ ഇൻസെറ്റിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കോമ്പൻസേറ്റിംഗ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എൻ എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് അല്ലേ. ആ എമിഷൻ കുറയ്ക്കാനുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് അവിടെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ളതാണ് കാർബൺ ഇൻസെറ്റിംഗ് എന്ന് പറയുന്നത്. വിത്തിൻ ദ പാരാമീറ്റർ ഓഫ് എൻ ഓർഗനൈസേഷൻസ് സപ്ലൈ ചെയിൻ, അതിനുള്ളിൽ തന്നെ ആ ഒരു സംവിധാനത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് കൂടെ കണ്ടെത്തുന്നതാണ് എന്ത്, കാർബൺ ഇൻസെറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് പുറത്ത് അല്ലെ മറ്റു പ്രക്രിയകളിൽ പങ്കാളികളാവുക. അവർക്ക് ചിലപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ലായിരിക്കും. കാർബൺ പുറത്തു വിടുന്നുണ്ട് അവിടുത്തെ പ്രോസസ്സിലൂടെ, ഒരു കമ്പനിയാന്ന് വിചാരിച്ചോ, കാർബൺ പുറത്തു വിടുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള മറ്റൊരു പ്രൊജക്റ്റ് അവിടെ ഇല്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം, മറ്റു പ്രൊജക്റ്റുകളിൽ പങ്കാളികളാവുക, അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുക. അതാണ് കാർബൺ ഓഫ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ആ വാക്ക് തന്നെ ഇൻസെറ്റിംഗ്
ഓഫ്, ഇൻ ഓഫ്, ആ രീതിയിൽ ഓർമ്മിക്കുക. ഇൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ കമ്പനി അല്ലെങ്കിൽ ആ പ്രോജക്റ്റ്, ആ സംവിധാനം അതിൽ തന്നെ. ദ പ്രോസസ് ഓഫ് കോമ്പൻസേറ്റിംഗ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അറൈസിംഗ് ഫ്രം ഇൻഡസ്ട്രിയൽ ഓർ അതർ ഹ്യൂമൻ ആക്ടിവിറ്റി ബൈ participating in schemes designed to make equivalent reductions of carbon dioxide അല്ലെങ്കിൽ equivalent reductions of greenhouse gases. അതാണ് എന്ത് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മറ്റൊരു പ്രോജക്റ്റിൽ, മറ്റൊരു സ്കീമിൽ പങ്കാളികളായിക്കൊണ്ട് എന്ത് ചെയ്യുക, ഇതിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ പങ്കാളികളാവുന്നതാണെന്ന് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇത് ആ ഒരു കമ്പനി, ആ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പുറന്തള്ളപ്പെടും, അത് രക്ഷയില്ല അവർക്ക്. അപ്പോൾ അത് പുറന്തള്ളപ്പെടുന്നതിനെ പുറത്തേക്ക് പോകുന്നുണ്ട്, അന്തരീക്ഷത്തിൽ എന്തായാലും കടന്നു വിടുന്നുണ്ട്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ഇത് കുറയ്ക്കാനുള്ള ഏതെങ്കിലും, കാരണം ഇത് അവിടെ തന്നെ കുറയ്ക്കണമെന്നില്ലല്ലോ, മൊത്തത്തിൽ ആഗോളപരമായിട്ടാണ് ബാധിക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് വിടുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, CFC മറ്റുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയുമ്പോൾ വിടുന്ന സാധനങ്ങൾ ഇവിടെയുള്ള ഒരാൾ മാത്രമല്ല ബാധിക്കുക, ലോകത്തെ മൊത്തമാണ്. ആ ആഗോള തലത്തിലാണ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. അപ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും ചെയ്യാം, അതാണ് എന്ത് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാർബൺ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ദ വോള്യൂം ഓഫ് കാർബൺ എമിഷൻസ് നോർമലൈസ്ഡ് പെർ ഇൻഡിക്കേറ്റർ യൂണിറ്റ്, അല്ലെ, പെർ ഇൻഡിക്കേറ്റർ യൂണിറ്റ്, അതാണ് കാർബൺ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ദ വോള്യൂം ഓഫ് കാർബൺ എമിഷൻസ്, അല്ലേ, യെസ്, അത് GDP അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മൊത്തം ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു മീറ്റർ സ്ക്വയർ ഏരിയയുടെ അടിസ്ഥാനത്തിലോ പറയുന്നതാണ് കാർബൺ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള കാർബൺ എമിഷന്റെ അളവ് തന്നെ അത് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പെർ GDP അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പെർ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്ത് കാർബൺ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാർബൺ ന്യൂട്രാലിറ്റി, അവിടെ തന്നെ ഉണ്ട്, ന്യൂട്രൽ ആവുക, ബാലൻസ് ചെയ്യുക, അല്ലേ, കാർബൺ എമിറ്റ് ചെയ്യുന്നതും ദെൻ ആ പുറത്തുവിടുന്നത് ഒഴിവാക്കുക, അതായത് നമ്മൾ അബ്സോർബ് ചെയ്യുക, സ്വീകരിക്കുക, ആ രണ്ടും തമ്മിൽ ബാലൻസ് വരിക, അതാണ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുക. നേരത്തെ പറഞ്ഞ ഇൻസെറ്റിംഗ് പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഓഫ്സെറ്റിംഗ് പ്രക്രിയയിലൂടെയോ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെയാണ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുക. ന്യൂട്രൽ ആക്കുക, പുറത്തു വിടുന്നതും അതേപോലെ അവിടുന്ന് നീക്കം ചെയ്യുന്നതും തമ്മിൽ ഈക്വൽ ആവുക. നമ്മൾ കുറേ ഇത് പുറത്തു വിടുന്നുണ്ടെങ്കിൽ അത്രയും അളവിൽ നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ആ ബാലൻസ് സീറോ ആക്കുക, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സീറോ ആക്കുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, പുറത്തു വിടുന്നതും അല്ലേ ആ പുറത്തുനിന്ന് ഒഴിവാക്കുന്നതും തമ്മിൽ സീറോ ആയിരിക്കും, അതാണ് കാർബൺ ന്യൂട്രാലിറ്റി. ബാലൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് കാർബൺ എമിറ്റഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് കാർബൺ അബ്സോർബ്ഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ, അതാണ് എന്ത് കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുക, അല്ലേ. ദെൻ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്രീൻ ഹൗസ് ഗ്യാസസ് പലതരമുണ്ട്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും എഫക്റ്റ് വ്യത്യാസമാണ്, അല്ലേ. കൂട്ടത്തിൽ ഓരോന്നിനും എല്ലാവരും ഇതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരേപോലെയല്ല. അപ്പോൾ ഓരോന്നിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദ മെഷർ യൂസ്ഡ് ടു കമ്പയർ ദ എമിഷൻസ് ഫ്രം വാരിയസ് GHG, പലതരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ നിന്നുള്ള എമിഷന്റെ അളവ്, അല്ലേ, മനസ്സിലാക്കുക, അതാണ് എന്ത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും മീഥേൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും CFC ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും എല്ലാം ഒരേപോലെയല്ല. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് എന്നുള്ള ആ ഒരു ബേസ് ഉപയോഗിച്ച് നോക്കുമ്പോൾ മറ്റുള്ളത് ഓരോന്നിൻ്റെതും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ നെറ്റ് സീറോ, നമ്മൾ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ, അല്ലേ, നെറ്റ് സീറോ എന്ന് പറയുമ്പോൾ സീറോ ആവുക, ആ സംഭവം തന്നെയാണ്, ന്യൂട്രൽ ആവുക, പുറത്തു വിടുന്നതും എന്താണ് ഒരു ഇത് പുറത്തു വിടുന്നതും അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്, മീൻസ് അത് ഏതെങ്കിലും പ്രക്രിയകളിലൂടെ റിമൂവ് ചെയ്യുന്നത്, അല്ലേ, അത് രണ്ടും ന്യൂട്രലായി വരുന്ന ആ ബാലൻസിനെയാണ് ന്യൂട്രാലിറ്റി എന്ന് പറയുക. ദെൻ എന്താണ് നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തായിരിക്കും ആ സീറോ ആവുന്ന അവസ്ഥ എന്ന് വെച്ചാൽ എനി എമിഷൻസ് വുഡ് ബി ബാലൻസ്ഡ് ബൈ സ്കീംസ് ടു ഓഫ്സെറ്റ് ആൻ ഇക്വലന്റ് എമൗണ്ട് ഓഫ് GHGs ഫ്രം ദ അറ്റ്മോസ്ഫിയർ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഒരു കമ്പനി എന്തെങ്കിലും എമിഷൻസ് ഈ പറയുന്ന GHG എമിഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഓഫ്സെറ്റിംഗ് പ്രക്രിയകളിലൂടെ അതിൽ വേറെ ഏതെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പുറത്തു വിടുന്നതും അവർ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതും അന്തരീക്ഷം നിന്ന് റിമൂവ് ചെയ്യുന്നതും അളവ് ബാലൻസ് ചെയ്യുക, അങ്ങനെയാകുമ്പോൾ നെറ്റ് സീറോ ആയി മാറും, അതാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ കാർബൺ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ബജറ്റ് എന്ന് പറഞ്ഞാൽ ദ ക്യുമുലേറ്റീവ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് permitted over a period of time to keep within a certain temperature threshold. ഒരു പ്രത്യേക താപനില ഉയരുന്നുണ്ടാവും, ആ താപനില ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ഇത്ര മാത്രമേ പുറത്തു വിടാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ അല്ലെ താപനില ഉയരാൻ പാടില്ല, അതുകൊണ്ട് അതിൽ കൂടുതൽ പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം. നമ്മൾ ബജറ്റ് ഉണ്ടാക്കുന്നില്ല ഒരു വർഷത്തേക്ക് ഇത്ര ചെലവിടാൻ, അല്ലേ, അതേപോലെയുള്ള തീരുമാനമാണ്. ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും പീരീഡിലേക്ക് ഇത്ര മാത്രമേ പുറത്തു വിടാവൂ എന്നുള്ള ആ ഒരു കണക്ക്, അതാണ് കാർബൺ ബജറ്റ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഗ്രീൻ ഹൗസ് എമിഷൻസ് എന്നേ ചിന്തിക്കണ്ടേ കേട്ടോ. ഓക്കെ, ആ ടേം രണ്ട് രീതിയിലും പറയാം, മൊത്തം എല്ലാവരും അപകടകാരികളാണ്, അപ്പോൾ ആ രീതിയിൽ ഓർമ്മിക്കാം. ദെൻ കാർബൺ ക്യാപ്ചർ.
ക്യാപ്ചർ പിടിച്ചെടുക്കുക അറിയാലോ. അപ്പം പ്രോസസ് ഓഫ് ക്യാപ്ചറിങ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ് ഓർ എനർജി സോഴ്സസ്, അതാണെന്ത് കാർബൺ ക്യാപ്ചർ. മനസ്സിലാവും, വാക്ക് തന്നെ ഉണ്ടല്ലോ കാർബൺ ക്യാപ്ചറിങ് ചെയ്യുക, പിടിച്ചെടുക്കുക അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ് ഓർ എനർജി സോഴ്സസ്, എനർജി സോഴ്സസ് നിന്ന് പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൂടെ പുറത്തു പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ഇതൊക്കെ എന്ത് ചെയ്യുക, പിടിച്ചെടുക്കുക, അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുക്കുക, അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിടിച്ചെടുക്കുന്ന ആ പ്രക്രിയ, അതാണ് കാർബൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. ദെൻ കാർബൺ ക്രെഡിറ്റ്, ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് പലർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ പുറത്തു വിടുന്നതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അത്യന്താപേക്ഷിതമായിരിക്കും അവിടെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിലൂടെ ഇത് പുറത്തു പോകുന്നുണ്ടാവും. പിന്നെ ചെയ്യാൻ പറ്റിയ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസെറ്റിംഗ് സ്കീം, ഓഫ്സെറ്റിംഗ് സ്കീം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ് ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർമിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ്, ഇതിന്റെ ഒരു പെർമിറ്റ് ആണ്. ദാറ്റ് റെപ്രസെന്റ്സ് ദ റിഡക്ഷൻ ഓർ റിമൂവൽ ഓഫ് 1 മെട്രിക് ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ്. ഒരു നിശ്ചിത അളവിൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് വിടാം അല്ലേ, അതിനുള്ളൊരു പെർമിറ്റ് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മെട്രിക് ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് അത് വിടാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിറ്റ് കൊടുക്കുക, അതിനുള്ളൊരു പെർമിറ്റ് കൊടുക്കുക, അതിനെയാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു കമ്പനികൾ ഇത്രയും വിടണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാർബൺ ക്രെഡിറ്റ് നേടിയിരിക്കണം. ഈ കാർബൺ ക്രെഡിറ്റ് നേടി ആ കാലയളവിൽ ഇവർ ഇത്രയും പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇല്ല എന്ന് വിചാരിക്കുക, അവർക്ക് ഈ കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യാം, വേറെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്, ഇത്രയും റിഡക്ഷൻ ഓർ റിമൂവൽ ഓഫ് 1 മെട്രിക് ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് അല്ലേ, അത് റിമൂവ് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ആ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അവർ രണ്ട് രീതിയിൽ സംസാരിക്കുക അതിനെ, അതായത് ഇത്രയും ചെയ്യാനുള്ള ഒരു പെർമിറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണെന്ന് പറയാം കാർബൺ ക്രെഡിറ്റ് അല്ലേ. യെസ്, അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദെൻ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ വാക്കിലുണ്ട് ദ പ്രോസസ് ഓഫ് സ്റ്റോറിങ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിവെന്റിങ് ഇറ്റ്സ് റിലീസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് തടഞ്ഞു വെക്കുക അല്ലെ, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാതെ അതിനെന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കുക, സംഭരിച്ചു വെക്കുക, അതാണ് സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്, കാർബൺ സെക്വസ്ട്രേഷൻ. ഓക്കെ, ദെൻ അങ്ങനെ സംഭരിച്ചു വെക്കുന്ന അല്ലെ അതിനുള്ളതാണ് കാർബൺ സിങ്ക്. ഓക്കെ, നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് റിസർവോയേഴ്സ് ദാറ്റ് അബ്സോർബ് ആൻഡ് സ്റ്റോർ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനും അതിനെ സ്റ്റോർ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഫോറസ്റ്റ് പോലെയുള്ള അല്ലെ, അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണല്ലോ മരങ്ങൾക്കൊക്കെ. അതേപോലെ ഓഷ്യൻസ്, സോയിൽ, ഇതിനെയൊക്കെയാണ് കാർബൺ സിങ്ക് എന്ന് പറയുക. കാർബണിനെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംവിധാനങ്ങൾ, റിസർവോയറുകൾ, അതാണ് കാർബൺ സിങ്ക്. ഓക്കെ, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനെ തടയുന്ന ആ പ്രക്രിയയാണ് കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടേം അവിടെ ഓർമ്മിച്ച് വെക്കുക. ദെൻ പിന്നെ എനർജി സോഴ്സസ് ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. ഓക്കെ, റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, അതായത് നമ്മൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് ഇവിടെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത്, റിന്യൂവബിൾ എന്ന് പറയുക. ദെൻ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉൽപ്പാദനം അതേപോലെ നടക്കാത്തതാണ് നോൺ റിന്യൂവബിൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. അത് വളരെ കാലങ്ങൾ കൊണ്ടുള്ള പലവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായി വന്നതായിരിക്കും അല്ലെ, എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നത് വളരെ വേഗത്തിലാണ്. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള വേഗതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, നോൺ റിന്യൂവബിൾ ആയിട്ട് കണക്കാക്കും. അപ്പോൾ റിന്യൂവബിൾ സോഴ്സസിന് ഉദാഹരണമാണ് ഹൈഡ്രോ പവർ അല്ലേ, ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്, റിന്യൂവബിൾ ആണ്. അല്ലെങ്കിൽ ജലം, വാട്ടർ എന്താണ്, റിന്യൂവബിൾ ആണ്. ദെൻ വിൻഡ് റിന്യൂവബിൾ ആണ്. ദെൻ ബയോ എനർജി, ജൈവാവശിഷ്ടങ്ങൾ അല്ലേ, മരങ്ങൾ, വിറക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബയോ എനർജി. ദെൻ സോളാർ എനർജി റിന്യൂവബിൾ ആണ്. ദെൻ എനർജി ഫ്രം സീ, കടലിൽ നിന്നുള്ളത്, സമുദ്രത്തിൽ നിന്നുള്ളത് പറയുന്നത് എന്തൊക്കെ വരും, വേവ്സ്, തിരമാലകൾ വരും, ടൈഡ്സ് അല്ലെ, വേലികൾ വരും. ദെൻ ഓഷ്യൻ തെർമൽ എനർജി, ഇങ്ങനെയുള്ള സമുദ്രത്തിൽ നിന്നുള്ള പലതരം ഊർജ്ജ രൂപങ്ങൾ. ദെൻ ജിയോ തെർമൽ എനർജി, ഇതൊക്കെ എന്താണ്, റിന്യൂവബിൾ ആണ്. ഓക്കെ, വാട്ടർ, വിൻഡ് അല്ലെ, സണ്ണ്, ബയോ എനർജി ഫ്രം സീ, വേവ് എനർജി, ടൈഡ്സ് എനർജി, ഓഷ്യൻ തെർമൽ എനർജി, പിന്നെ ജിയോ തെർമൽ എനർജി, ഭൂമിക്കടിയിലുള്ള ചൂട് അല്ലെ, ഹോട്ട്സ്പോട്ടുകൾ എന്നുള്ള. ഓക്കെ, അങ്ങനെയുള്ള അതൊക്കെ എന്താണ്, റിന്യൂവബിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ നോൺ റിന്യൂവബിൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്, മീൻസ് ഇത് തീരുന്നതിനനുസരിച്ച് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്, കോടാനുകോടി വർഷങ്ങൾ കൊണ്ടുള്ള പ്രോസസ്സിലൂടെയാണ് അത് ഉണ്ടാവുക. ഓക്കെ, അതിലൊന്നാണ് ന്യൂക്ലിയർ
അല്ലേ? ചില രാജ്യങ്ങൾ ന്യൂക്ലിയർ എനർജിയെ റിന്യൂവബിൾ ആയിട്ട് കണക്കാക്കും. കാരണം അവിടെ അത്രയും സോഴ്സസ് ഉണ്ട് എന്നുള്ളതാണ്, അവർക്ക് ഉപയോഗത്തിനും പുറത്ത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതിക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിലൊക്കെ നോൺ റിന്യൂവബിൾ ആണ്. നമ്മുടെ ആ സ്രോതസ്സുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സോഴ്സുകളൊക്കെ കണ്ടെത്തുന്നത് വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി എന്താണ്, ഉപയോഗിക്കുന്നതനുസരിച്ച് ഇവിടെ ഉണ്ടായി വരുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. ദെൻ ഫോസിൽ ഇന്ധനങ്ങൾ, കോടാനുകോടി വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകവും കൽക്കരിയും പെട്രോളിയം ഒക്കെ. അതൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അളവിൽ ഉണ്ടാകപ്പെടുന്നില്ല. അപ്പോൾ അതെന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. ഫോസിൽ ഇന്ധനങ്ങൾ, അതിൽ നാച്ചുറൽ ഗ്യാസ്, കോൾ, പെട്രോളിയം, ഇത് മൂന്നുമാണ് ഫോസിൽ ഇന്ധനങ്ങൾ, നോൺ റിന്യൂവബിൾ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി എന്താണ് ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി? അതായത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ, ഈ പറയുന്ന സ്രോതസ്സുകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് മിക്കതിൽ നിന്ന് ഉണ്ടാക്കുന്നതും എന്താണ്, അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത, പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ളതാണ്. അത്തരം എനർജിയാണ് നമ്മൾ ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്ന് പറയുക. പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ചും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്ത്, ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സ്രോതസ്സുകളിൽ നിന്നാണ് ക്ലീൻ എനർജി ലഭിക്കുക. അതിനൊരു എക്സെപ്ഷൻ ആണ് നാച്ചുറൽ ഗ്യാസ്. പ്രകൃതിവാതകം നമ്മൾ ഗ്രീൻ എനർജി ആയിട്ട് കണക്കാക്കാറുണ്ട്, പക്ഷെ അതൊരു ഫോസിൽ ഇന്ധനമാണ്, പ്രകൃതിക്ക് ദോഷകരമല്ല. ഓക്കെ, പക്ഷെ എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. അതുകൊണ്ട് അതൊരു പ്രത്യേക കേസായിട്ട് മനസ്സിൽ വെക്കുക, ഓപ്ഷനിൽ വരുന്നതിനനുസരിച്ച് മാത്രം കൈകാര്യം ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ്, നേരെ തിരിച്ച് ബ്രൗൺ എനർജി. ബ്രൗൺ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ന്യൂക്ലിയർ എനർജിയിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, പ്രകൃതിക്ക് ദോഷകരമാണ്. ഇപ്പം ന്യൂക്ലിയർ എനർജി പുറപ്പെടുവിക്കുന്ന സമയത്താണെങ്കിൽ, ഉൽപ്പാദിപ്പിക്കുന്ന സമയത്താണെങ്കിൽ ആണവ മലിനീകരണം ഉണ്ടാവുന്നുണ്ട്, പലതരത്തിലുള്ള റേഡിയേഷനുകൾ, ആൽഫ, ബീറ്റ, ഗാമ പോലെയുള്ള റേഡിയേഷനുകൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്ന സമയത്തോ പ്രകൃതി മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. അവിടെ നാച്ചുറൽ ഗ്യാസ് ഒരു എക്സെപ്ഷണൽ കേസ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് ശരിക്കും ബ്രൗൺ എനർജി അല്ല, നാച്ചുറൽ ഗ്യാസ്, ഗ്രീൻ എനർജിയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കേണ്ടത്. പക്ഷെ പൊതുവെ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ കാണുക എന്താ, റിന്യൂവബിൾ ആണെങ്കിൽ ഗ്രീൻ അഥവാ ക്ലീൻ, ദെൻ നോൺ റിന്യൂവബിൾ ആണെങ്കിൽ ബ്രൗൺ, അങ്ങനെയേ നിങ്ങൾ കാണുള്ളൂ. അതുകൊണ്ട് ചോദ്യകർത്താവ് എങ്ങനെ ഇടുന്നു എന്നുള്ളതിനെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതിനനുസരിച്ച് ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. അത് ഓക്കെ, യെസ്. ദെൻ ഈ തന്നിരിക്കുന്നത് റിന്യൂവബിളും നോൺ റിന്യൂവബിൾ ആയിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ല. ക്വസ്റ്റ്യൻ ചോർത്തി ഒന്നും പറഞ്ഞേക്കണ്ട. ഓക്കെ, നോക്കിക്കോ, ക്ലാസിഫൈഡ് ഇൻ ടു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. എന്താണ്, സോളാർ സെൽസ്, ഏതാ, സോളാർ, സൺ പറഞ്ഞല്ലോ റിന്യൂവബിളാണ്. അപ്പം എന്താണ്, റിന്യൂവബിൾ ആണ്. നോൺ റിന്യൂവബിൾ എന്ന് എഴുതാം. ഓക്കെ, ഇത് ആർ എന്ന് എഴുതി കേട്ടോ. അറ്റോമിക് റിയാക്ടേഴ്സ്, അറ്റോമിക് റിയാക്ടേഴ്സ് എന്താ, ആണവ ഇന്ധനങ്ങളിൽ ഉപയോഗിക്കുന്നത്, അപ്പം നോൺ റിന്യൂവബിൾ ആണ്, NR ആണ്. ദെൻ ടൈഡൽ എനർജി, ടൈഡ്സ്, വേവ്സ് അല്ലേ, അതൊക്കെ എന്താണ്, സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു, അതെന്താണ്, റിന്യൂവബിൾ ആണ്, അപ്പം R ആണ്. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, വാട്ടർ, അതും എന്താണ്, റിന്യൂവബിൾ ആണ്. ദെൻ ഡീസൽ എൻജിൻ, ഡീസൽ, പെട്രോൾ, ഡീസൽ, കെറോസിൻ, ഇതൊക്കെ എന്താണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളാ. പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കോൾ, പെട്രോളിയം, ഇത് മൂന്നും എന്താ, ഫോസിൽ ഇന്ധനങ്ങളാ. ഫോസിൽ ഇന്ധനങ്ങൾ എന്താ, നോൺ റിന്യൂവബിൾ ആണ്, NR ആണ്. ദെൻ വിൻഡ് മിൽസ്, കാറ്റ് എന്താണ്, റിന്യൂവബിൾ ആണ്. ഓക്കെ, തെർമൽ പവർ സ്റ്റേഷൻ, താപവൈദ്യുത നിലയങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ, തെർമൽ പവർ സ്റ്റേഷനിൽ ടർബൈൻ കറക്കാൻ വേണ്ടിയിട്ട് അവിടെ കൽക്കരി അല്ലേ, കോൾ അല്ലെങ്കിൽ ഡീസൽ പോലെ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. നാഫ്ത അല്ലേ പോലെയുള്ള ഇന്ധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് തെർമൽ പവർ സ്റ്റേഷനിൽ. അപ്പം കോള്, ഡീസൽ, നാഫ്ത ഇതൊക്കെ എന്താണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അപ്പം തെർമൽ പവർ സ്റ്റേഷൻ എന്തിനുദാഹരണ, നോൺ റിന്യൂവബിൾ ആണ്. ഫോസിൽ ഇന്ധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്, അപ്പം നോൺ റിന്യൂവബിൾ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടത്തിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ റിന്യൂവബിൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഗ്രീൻ എനർജിക്ക് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ ബ്രൗൺ എനർജിക്ക് ഉദാഹരണം ഏത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഗ്രീൻ എനർജി, ഏതൊക്കെയാണ് ബ്രൗൺ എനർജി? റിന്യൂവബിൾ എന്നുള്ളതൊക്കെ ഗ്രീനും നോൺ റിന്യൂവബിൾ എന്നുള്ളത് ബ്രൗൺ ആണ്. അതിൽ പ്രത്യേകിച്ച് നാച്ചുറൽ ഗ്യാസ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്രീൻ ആണെന്ന് നമ്മൾ മനസ്സിൽ വേണം. ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷനിൽ കൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് ഓപ്ഷനുകൾ നോക്കിയിട്ടൊക്കെ ഉത്തരം എഴുതിയാലും മതി. ഓക്കെ, യെസ്. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ്
ഇക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ആ ടേംസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവിടെ ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ ഒക്കെ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള അവിടെ നോക്കുന്നത്. ഓക്കെ, എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് തമ്മിൽ, ഇവിടെ ജീവിക്കുന്ന ജീവികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ ജീവിയും മറ്റ് അതിന്റെ ചുറ്റുപാടുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതായത് ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് ആൻഡ് ദ സറൗണ്ടിങ്സ്, അല്ലെ? ആ ജീവിയും അതിന്റെ ചുറ്റുപാടും തമ്മിലോ അല്ലെങ്കിൽ ജീവികൾ തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള ആ പരസ്പരം ഇടപെടലിനെ കുറിച്ചുള്ള പഠനമാണെന്ത്? ഇക്കോളജി എന്ന് പറയുക. ഓക്കെ, ആ ഇക്കോളജി എന്നുള്ള ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ഏണസ്റ്റ് ഹെക്കൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. എക്കോളജി, ദ ടേം എക്കോളജി കോയിൻഡ് ബൈ ഏണസ്റ്റ് ഹെക്കൽ ആണ് ആ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ചില ടേം കൂടെ ഞാനിവിടെ പറഞ്ഞുതരാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക, ഇനി പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ബയോഡൈവേഴ്സിറ്റി വന്നിട്ടുള്ളതാണ്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാൾട്ടർ ജി റോസൻ ആണ്. ദെൻ എക്കോസിസ്റ്റം എന്ന ടേം കോയിൻ ചെയ്തത് ആർതർ ടാൻസ്ലി ആണ് എക്കോസിസ്റ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ ടേം ബയോസ്ഫിയർ കോയിൻ ബൈ എഡ്വേർഡ് സുയസ് ആണ് ബയോസ്ഫിയർ, അല്ലെ? ബയോസ്ഫിയർ, ജീവമണ്ഡലം, ബയോസ്ഫിയർ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് സുയസ് ആണ്. അത് ഓർമ്മിച്ച് വെക്കുക. ദെൻ ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്ന ആരാണ്? ഹംബൾട്ട് ആണ്. അലക്സാണ്ടർ വോൺ ഹംബൾട്ട് ആണ് ഫാദർ ഓഫ് എക്കോളജി എന്നറിയപ്പെടുന്നത്. ദെൻ ഫാദർ ഓഫ് മോഡേൺ എക്കോളജി എന്നറിയപ്പെടുന്നത് യൂജീൻ ഓഡം ആണ് ഫാദർ ഓഫ് മോഡേൺ എക്കോളജി എന്നറിയപ്പെടുന്നത്. ഈ യൂജീൻ ഓഡത്തിന്റെ കൃതിയാണ് ഫണ്ടമെന്റൽസ് ഓഫ് എക്കോളജി. ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ യൂജീൻ ഓഡം എന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി അലക്സാണ്ടർ വോൺ ഹംബൾട്ട്, മോഡേൺ എക്കോളജി യൂജീൻ ഓഡം. ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യൻ എക്കോളജിയുടെ പിതാവാര്, മോഡേൺ ഇന്ത്യൻ എക്കോളജിയുടെ പിതാവാര് എന്നൊക്കെ ചോദിച്ച ഒരാൾ തന്നെയാണ്. ആരാണ്? രാംദിയോ മിശ്രയാണ്. ആരാണ്? രാംദിയോ മിശ്ര. ആർ ഡി മിശ്ര എന്നൊക്കെ കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ ആർ ഡി മിശ്ര എന്നൊക്കെ കൊടുക്കും. രാംദിയോ മിശ്രയാണ് ഇന്ത്യൻ എക്കോളജിയുടെ പിതാവും ഇന്ത്യൻ എൻവയോൺമെന്റൽ സയൻസിന്റെ പിതാവും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ തന്നെ പിതാവ് ആരാണ്? രാംദിയോ മിശ്രയാണ്. ഓക്കെ, അത് മോഡേൺ ചോദിച്ചാലും ഇങ്ങനെ എക്കോളജി എന്ന് മാത്രം ചോദിച്ചാലും ഒക്കെ ആരാണ്? രാംദിയോ മിശ്രയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ഇന്ത്യൻ മാനുവൽ ഓഫ് പോയിന്റ് അല്ലേ പ്ലാന്റ് ആണ് കേട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി ആരൊക്കെയാണ്? രാംദിയോ മിശ്രയാണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ഇതൊരാളാണ് രാംദിയോ മിശ്ര. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി രാംദിയോ മിശ്രയും ഗോപാൽ സിംഗ് പുരിയുമാണ്. GS പുരി ഓർമ്മിച്ച് വെക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്നുള്ള ഗ്രന്ഥം രണ്ടുപേർ ചേർന്നാണ്, രാംദിയോ മിശ്രയും ഗോപാൽ സിംഗ് പുരി, GS പുരിയും ചേർന്നാണ്. ദെൻ പ്രോഗ്രസ് ഓഫ് പ്ലാന്റ് ഇക്കോളജി ഇൻ ഇന്ത്യ, ദ പ്രോഗ്രസ് ഓഫ് പ്ലാന്റ് ഇക്കോളജി ഇൻ ഇന്ത്യ ആരുടെ മാത്രം കൃതിയാണ്? രാംദിയോ മിശ്രയുടെ മാത്രം കൃതിയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കൃതിയാണ് പ്രോഗ്രസ് ഓഫ് പ്ലാന്റ് ഇക്കോളജി ഇൻ ഇന്ത്യ. ദെൻ ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി രാംദിയോ മിശ്രയും ഗോപാൽ സിംഗ് പുരിയുമാണെന്ന് ഓർത്തു വെക്കുക. ദെൻ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, സൈലന്റ് സ്പ്രിംഗ് ആരുടെ കൃതിയാണ്? റാച്ചൽ കേഴ്സന്റെ കൃതിയാണെന്ത്? ദ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്, നിശബ്ദ വസന്തം. റേച്ചൽ കേഴ്സൺ 1962 അവർ ആ കൃതി പ്രസിദ്ധീകരിച്ചത്. അതിന്റെ വർഷം പോലും ഓർത്തിരിക്കണം. ദെൻ 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ ഇടയാക്കിയ കൃതി ഏതെന്ന് ചോദിച്ചാൽ റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്നുള്ള കൃതിയാണ്. DDT പെട്രോളിയം പ്രൊഡക്ട്സുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നതിനാണ് ഇൻസെക്ട് ബോംബ് എന്ന് പറയുക. ഇത് അവിടെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ട് പല ജീവജാലങ്ങളുടെയും നാശത്തിനൊക്കെ കാരണമാവുകയും ഈ റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയിലൂടെ ഇത് അവതരിപ്പിക്കപ്പെടുകയും അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ള രീതിയിൽ DDT അമേരിക്കയിൽ നിരോധിക്കപ്പെടുന്നത് 1972 ആ പോയിന്റ്സുകളൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഈ ജൈവ വൈവിധ്യ സംരക്ഷണവുമായിട്ട് രണ്ട് രീതിയിൽ സംരക്ഷിക്കാം. ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസിനെ അത് എവിടെയാണോ നിലകൊള്ളുന്നത്, അതിൻ്റെ ഹാബിറ്റാറ്റ് ഏതാണോ, അതിൻ്റെ വാസസ്ഥലം ഏതാണോ അവിടെ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇൻ സൈറ്റ്, അതാണ് ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ദെൻ അതേപോലെയുള്ള സാഹചര്യം മറ്റൊരിടത്ത് സൃഷ്ടിച്ചുകൊണ്ട് അവിടെ സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. എന്താണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയും. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. അതിൽ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അല്ലേ? വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്ക് ദേശീയ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, ദെൻ സാക്രഡ് ഗ്രോവ്സ് അതായത് കാവുകളൊക്കെ ഉണ്ടല്ലോ, അമ്പലത്തിനോടൊക്കെ ചേർന്ന് കാണുന്നില്ല നിങ്ങൾ, സാക്രഡ് ഗ്രോവ്സ് അതാണ് കാവുകൾ. പിന്നെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിൾസ് ആണ്.
ഓക്കെ, യെസ്. അതിൽ ഒന്നാമത്തത് വൈൽഡ് ലൈഫ് സാങ്ച്വറി. തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അതുകൂടെ അറിഞ്ഞിരിക്കണം. ആ ഒരു ഡെഫിനിഷൻ അതേപോലെ ചോദിച്ചിട്ട് പലതവണ പരീക്ഷയിൽ വന്നിട്ടുണ്ട്, പലരും തെറ്റിക്കുകയും ചെയ്യും. നമ്മൾ സിമ്പിളായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ദേശീയ പാർക്കും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്നുള്ളത്? ഓക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയാസ് ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വനപ്രദേശമാണ്. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട്? ടു പ്രിവെന്റ് ദ എക്സ്റ്റിൻഷൻ ഓഫ് വൈൽഡ് ലൈഫ്, വന്യജീവികളുടെ നാശം തടയാൻ വേണ്ടിയിട്ട് ആ ഒരു എക്കോസിസ്റ്റത്തെ സംരക്ഷിച്ചുകൊണ്ട് അല്ലേ ഉള്ളതാണ് എന്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഓക്കെ, വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഓക്കെ, അതാണ് എന്ത് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ദെൻ എന്താ നാഷണൽ പാർക്ക്? സംഭവം ഇതൊക്കെ തന്നെയാണ്, അവിടെയും സംരക്ഷിക്കുന്ന ഇതൊക്കെ തന്നെയാണ്, വൈൽഡ് ലൈഫ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്താ നാഷണൽ പാർക്കിനുള്ള വ്യത്യാസം? അവിടെ along with വൈൽഡ് ലൈഫ്സ് എന്തുകൂടെ ഉണ്ട്? പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് അല്ലേ, സ്മാരകങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്, ഓക്കെ, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ആ ഒരു പ്രദേശത്തിന്റെ ജിയോഗ്രഫിക്കൽ എന്താണ് ഭൗമ പ്രത്യേകതകൾ സംരക്ഷിക്കുന്നു, അവിടെയുള്ള നാച്ചുറൽ റിസോഴ്സ് സംരക്ഷിക്കുന്നു, അവിടെയുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നു. ഇതൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ളതാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെയുള്ള വൈൽഡ് ലൈഫിനോടൊപ്പം തന്നെ ഇതുകൂടെ സംരക്ഷിക്കുന്നതാണ് ദേശീയ പാർക്കുകൾ എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നതാണ് അതെന്താണ്? ഈ ഒരു പ്രത്യേക ജനവാസ ഏരിയകളിലൊക്കെയുള്ള സ്ഥലങ്ങളാണ്, പോപ്പുലേറ്റഡ് ഏരിയയിലൊക്കെയുള്ള ചില പ്രധാന ഏരിയകൾ. ഇതേപോലെയുള്ള വൈൽഡ് ലൈഫിന് പ്രാധാന്യമുള്ള ചില ജീവികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ഏരിയകളായിരിക്കും. ജനവാസ മേഖലകളിൽ കാണപ്പെടുന്ന നമ്മുടെ കടലുണ്ടിയൊക്കെ ഇല്ലേ, അതേപോലെയുള്ളതാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവില്ലേ, അതേപോലെ എന്താണ് ഒരു പബ്ലിക്കിൻ്റെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ആ ഒരു പോപ്പുലേറ്റഡ് ഏരിയകളിൽ നടപ്പിലാക്കുന്നതാണ് എന്ത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ദെൻ ബയോസ്ഫിയർ റിസർവ്, ഇത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളതാണ്, വിശാലമായിട്ടുള്ളതാണ്. ചിലപ്പോൾ എന്താണ് ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല സംസ്ഥാനങ്ങളിൽ കിടക്കുന്നതായിരിക്കും, ആ രീതിയിലൊക്കെ ഉള്ളതാണ്. കുറച്ചുകൂടെ വാസ്റ്റ് റീജിയൻസ് ആണ്, വിശാലമായിട്ടുള്ള ഏരിയകളാണ്. ദ വാസ്റ്റ് റീജിയൻസ് ഡിസൈൻ വിത്ത് ആൻ എയിം ടു പ്രൊട്ടക്ട് വേൾഡ്സ് ഇമ്പോർട്ടൻറ്റ് എക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി, ജനറ്റിക് റിസോഴ്സസ്, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള പ്രത്യേക മേഖലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുക. ഓക്കെ, യെസ്. ദെൻ സാക്രഡ് ഗ്രോവ്സ് എന്ന് പറയുന്നത് എന്താണ്? കാവുകൾ, ചില അമ്പലങ്ങളോട് ചില ആരാധനാലയങ്ങളോടൊക്കെ ചേർന്നുകൊണ്ട് ചില ചെറിയ വനപ്രദേശങ്ങൾ കാണാം അല്ലേ, അതാണെന്ത് സാക്രഡ് ഗ്രോവ്സ് എന്ന് പറയുന്നത്. സ്മോൾ ഏരിയാസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റഡ് ഇൻ റീജിയൻസ് ഇൻഹാബിറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യർ വസിക്കുന്ന ഏരിയകളിൽ തന്നെയുള്ള ചെറിയ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളെയാണ് സാക്രഡ് ഗ്രോവ്സ് അഥവാ കാവുകൾ എന്ന് പറയാം. ദെൻ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഏരിയാസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ബട്ട് ഫേസിങ് ദ ത്രെറ്റ് ഓഫ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, അതായത് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുമെന്ന ഭീതിയിലുള്ള ഏരിയകളാണ്. അതായത് നശിച്ചു പോകാൻ ഇടയായിട്ടുള്ള സ്പീഷീസിലുള്ള ജീവികളൊക്കെ വസിക്കുന്ന രീതിയിലുള്ള അത്തരം ഏരിയകളെയാണ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുക. ഓക്കെ, ഇതൊക്കെ ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ദെൻ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതായത് ഇങ്ങനെ നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളെ, ഇതിനെയൊക്കെ, അതായത് എല്ലാം ജീവികൾ മാത്രമല്ല, ജീവികൾ എന്ന് പറയുമ്പോൾ എന്താണ് മൃഗങ്ങൾ മാത്രമല്ല, സസ്യങ്ങൾ, കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എന്തും, അതിനെയൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം അതേപോലെയുള്ള സാഹചര്യം വേറെ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ സംരക്ഷിക്കുന്നതാണ് എന്ത് എക്സിറ്റു കൺസർവേഷൻ. സുവോളജിക്കൽ ഗാർഡൻസ് അത്തരം ജീവികളെ അവിടെ സംരക്ഷിക്കുന്നു. ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ് സസ്യങ്ങളെ സംരക്ഷിക്കുന്നു. ദെൻ ജീൻ ബാങ്ക്സ്, ജീനുകൾ അല്ലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീൻ ബാങ്കുകൾ, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വരട്ടെ. അപ്പോൾ എന്തായാലും പരീക്ഷ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എഴുതുക. നിങ്ങളെല്ലാം ഈ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഇനി ചുമ്മാ ടെൻഷൻ അടിക്കരുത്. പരീക്ഷയുടെ തലേന്നും പരീക്ഷാ ദിവസവും പരീക്ഷാ ഹാളിലൊക്കെ ടെൻഷൻ അടിക്കാതിരുന്നാൽ തന്നെ, സമ്മർദ്ദമില്ലാതിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് കിട്ടാത്തൊരു ചോദ്യം പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ സ്പോട്ടിൽ ഒന്നുകൂടെ നോക്കുമ്പോൾ കിട്ടാറില്ലേ? ചിലപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ കിട്ടാറില്ലേ? അല്ലെങ്കിൽ വേറെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ വേറൊരു സോണിലേക്ക് മാറുമ്പോൾ അത് കിട്ടുന്നുണ്ട്. കാരണം എന്താ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, എവിടെയോ ഉറങ്ങിക്കിടക്കുകയാണ്, ആ സമ്മർദ്ദത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദമില്ലായ്മ ഈ പരീക്ഷ ഹാളിൽ പ്രിലിംസ് ആണെങ്കിൽ 1.25 മണിക്കൂർ, മെയിൻസ് ആണെങ്കിൽ 1.5 മണിക്കൂർ, ആ ഒരു സമയം, ആ ഒരു സമ്മർദ്ദമില്ലായ്മ എന്നുള്ള അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഹാപ്പിനെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ, സെറോട്ടോണിൻ പോലെയുള്ള ഹാപ്പിനെസ് ഹോർമോണുകൾ. ഞാനിത് എത്രയോ കാലങ്ങളായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. എൻ്റെ 2018-19 ഇറങ്ങിയ റാങ്ക് മേക്കർ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
നിങ്ങൾ പരീക്ഷ ഹാളിൽ ചെയ്യേണ്ട കാര്യങ്ങളും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ വായിച്ചവർ പലരും ഉണ്ടാവും, ഇല്ലാത്തവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹാപ്പിനെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആ രീതിയിലുള്ള ഇടപെടലുകൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി പോവുക. വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ കച്ചറയും കൂടി പോവാതെ നല്ലോണം സ്നേഹത്തോടെ പോവുക, പോകുന്ന വഴിക്കും കാണുന്ന ആളുകളൊക്കെ ആയിട്ട് സ്നേഹത്തോടെ ഇടപെട്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം തോന്നി അവരുടെ കണ്ണിൽ ഒരു തിളക്കം ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് സംതൃപ്തി ഇളവാകുകയും ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് കൈ നീട്ടിക്കഴിഞ്ഞാൽ അല്ലേ, പലരും ഉണ്ട് വിശ്വാസികളൊക്കെ ആയിരിക്കും, അമ്പലത്തിൽ പോകും, അമ്പലത്തിൽ പോയിട്ട് അല്ലെ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും, നമ്പൂതിരിക്ക് 50 കൊടുക്കും, എന്താണ് ഭണ്ഡാരത്തിൽ 100 ഇടും, ഇറങ്ങിയിട്ട് 150 അവിടെ ചിലവാക്കി പുറത്തിറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തമീത്തി സ്ത്രീ ഒരു കുട്ടീനെയും കൊണ്ടിരുന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയില്ല. അത് ഭിക്ഷാടന മാഫിയാണ്. അവരത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എത്രയാണ്, അവർക്ക് തമിഴ്നാട്ടിൽ കൊട്ടാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേതാവ് എന്നാണ് റോൾസ് റോയ്സ് ഓടിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഭിക്ഷാടന മാഫിയാണ് ചിന്തിച്ച് കൂട്ടി നമ്മളത് അവർ തിരിഞ്ഞു നോക്കാതെ പോരും. അതൊന്നും ചിന്തിക്കേണ്ട. ഒരാൾ നിങ്ങളെ മുന്നിൽ കൈ നീട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടേക്കുക, നമ്മുടെ വിഷയമല്ല. ഇന്ന് ഈ ഒരു സമയത്തെങ്കിൽ അതൊക്കെ നമ്മൾ മറന്നു വെക്കുക അല്ലേ. ഭിക്ഷാടന മാഫിയാണെന്നോ മറ്റുള്ള കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് ചിന്തിക്കുക, നമ്മളെ മുന്നിൽ ഒരാൾ കൈ നീട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരിപ്പോൾ നമ്മളെക്കാൾ താണ അവസ്ഥയിലാണുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊരു സന്തോഷം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഒരു പൈസ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റമൊക്കെ മരവിച്ച് പോയിട്ടുണ്ടാവും. കാരണം വർഷങ്ങളായിട്ട് ഒരേ പണിയെടുക്കുമ്പോൾ യാന്ത്രികമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ കൊടുക്കുന്നതിനോട് ഒരു രൂപേൻ്റെ നാണയമൊന്നും കൊടുത്താൽ അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. 5 10 കൊടുത്താലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ കിട്ടി ശീലിച്ചവരാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഒരു വ്യത്യാസപ്പെടുത്തി നിങ്ങൾക്കൊന്ന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിലൊരു തിളക്കം വരും, ആ കുട്ടിയുടെ കണ്ണിലൊരു തിളക്കം വരും. ചിലപ്പോൾ ഒരു യാന്ത്രികമായിട്ടുള്ള കൈകൂപ്പലേ ഉണ്ടാവുള്ളൂ, പണ്ടേ കിട്ടിക്കൊണ്ട് എല്ലായിടത്തിലും ശീലിച്ച കൈകൂപ്പലായിരിക്കും, പക്ഷേ നമുക്കൊരു സംതൃപ്തി കിട്ടും അല്ലേ. ചിലപ്പോൾ ഒരു നല്ല പെരുമാറ്റം, താങ്ക് യു എന്നുള്ള ആ ഒരു വാക്കിൽ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾ അംഗനവാടി പഠിച്ച കാര്യം പോലും ഓർമ്മ വരും. അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോണുകൾ വന്നാൽ കോർട്ടിസോൾ പോലെയുള്ള അഡ്രിനാലിൻ പോലെയുള്ള നോർ അഡ്രിനാലിൻ പോലെയുള്ള ഈ സ്ട്രെസ് ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ 2 ദിവസം മുന്നേ പഠിച്ച കാര്യങ്ങൾ പോലും അവൾ മറന്നുപോകും. അതുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന എന്താണ് ടെൻഷൻ അടിച്ച് അവസാന സമയം ഓടിക്കതച്ചെത്തുന്ന രീതിയിലുള്ള പോക്ക്, അതേപോലെയുള്ള എന്താണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ തിരക്കിനിടയിലൂടെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സുഹൃത്തിനെ കൊണ്ടൊന്നും പരീക്ഷാ ഹാളിൽ എത്തിക്കാൻ നിൽക്കണ്ട. വളരെ നേരത്തെ തന്നെ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക. കൂളായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതി, ബസ്സിൻ്റെ മുന്നിൽ തന്നെ സീറ്റ് പോയി ഇരുന്നിട്ട് ഇയാൾ എങ്ങനെയാണ് ഓടിക്കുന്നത് നോക്കി അവിടെ കൊണ്ടുപോയി ബ്രേക്ക് ചെയ്യുന്നു. അയാൾക്ക് അഡ്രിനൽ റഷൊന്നും ഉണ്ടാവില്ല, കാരണം ഇയാൾ സ്ഥിരമായിട്ട് നടന്ന് ശീലിച്ച് അത് അയാളായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആകെ ബേജാറായി പോകും. ഒരു സാധനം അടിച്ചിങ്ങ് കയറും. ഇതാണ് സാധനം കോർട്ടിസോളും അഡ്രിനാലും നോർ അഡ്രിനാലിനൊക്കെയാ. അതൊക്കെ ഇയാൾക്ക് പണി തരും. അയാൾ പരീക്ഷാ ഹാളിൽ ഏറ്റവും നല്ല പ്ലസന്റ് മൂഡിലായിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ രീതിയിൽ ലോജിക്കൽ കറക്കി കുത്തൊക്കെ ചെയ്യുന്നൊക്കെ തെറ്റിപ്പോവും അല്ലേ. നമ്മൾ അറിയാത്ത ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ചില സ്പാർക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നില്ലേ, ഓപ്ഷൻ നോക്കിയൊക്കെ ചെയ്യുന്നില്ലേ, അതൊക്കെ കൂടുതൽ തെറ്റിപ്പോവും. അതേസമയം നമ്മൾ നേരെ തിരിച്ചാണെങ്കിൽ നമുക്കതൊക്കെ ശരിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇതിനു വേണ്ട കുറേ കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്. ഇതൊക്കെ വലിയ സെഷനായിട്ട് ഞാൻ എടുക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മുമ്പ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നൊക്കെയുള്ള ഉള്ളിലുള്ള കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. ഗോൾഡ് ബാച്ചിലുള്ള കുട്ടികൾക്ക് ഞാൻ പ്രത്യേക സെഷനായിട്ട് തന്നെ അല്ലേ ഒരു 3 മാസം മുമ്പേ ഒരു പ്രത്യേക സെഷൻ വെക്കും. കാരണം ശീലിക്കേണ്ട ഉറക്കം, ഭക്ഷണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശീലിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ. അത് പിന്നെ പരീക്ഷയുടെ ദിവസം തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസമൊക്കെ ആ ഒരു സമ്മർദ്ദം അതിജീവിക്കാനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ഇതിനൊക്കെ അതിജീവിച്ച് നിങ്ങളും പോയി എഴുതാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരെയാണ്. ഓൾ ദ ബെസ്റ്റ്.